നമുക്കറിയാം, മൂന്നാമത്തെ പടിയിലാണ് ഗോഡ് എന്ന വാക്ക് ആൽക്കഹോളിസമിൻ്റെ പടികളിൽ ആദ്യമായിട്ട് കാണുന്നത്. അതായത് ഒന്നാം പടിയിലെത്തിയ ആൽക്കഹോളിസമിലെ ഒരംഗത്തിനെ മദ്യത്തിൻ്റെ പവർലെസ്നെസ്സിനെ കുറിച്ചും അൺമാനേജബിലിറ്റിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ശക്തിഹീനതയെക്കുറിച്ചും ശക്തിരാഹിത്യത്തെക്കുറിച്ചും അനിയന്ത്രിതമായ ജീവിതാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒരു പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ്, നമ്മളെക്കാൾ ഒരു വലിയ ശക്തിയുടെ ആവശ്യം നമ്മുടെ സാനിറ്റി പുനർക്രമീകരിക്കാൻ ആവശ്യമുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് നടത്തിയതിന് ശേഷം ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ഒരു വാക്കാണ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം. അപ്പോൾ ഗോഡ് ഒരു പക്ഷേ ഒരു സ്കേറി അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ്. സമർത്ഥനായ ബിൽഡബ്ല്യു അല്ലെങ്കിൽ നമ്മുടെ സഹസ്ഥാപകൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും പടിയിൽ പറയാതെ മൂന്നാമത്തെ പടിയിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം. രണ്ടാമത്തെ പടിയിൽ നമ്മൾക്ക് ചെറിയൊരു വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരാശയം തരികയാണ്. അതായത് നമ്മളെക്കാൾ വലിയ ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിച്ച് തുടങ്ങണമെന്ന്. കാരണം ഒന്നാം പടിയിൽ എത്തുന്ന ഒരു അംഗത്തെ പോലെയല്ല അദ്ദേഹം രണ്ടാം പടിയിലേക്ക് കിടക്കുമ്പോൾ. അയാൾക്ക് മാനസികമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പവർലെസ്നെസ്സും അൺമാനേജബിലിറ്റിയും മനസ്സിലാക്കിയ ഒരാൾ തീർച്ചയായും ഈ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസിനെ കുറിച്ച് മനസ്സിലാക്കുകയും മൂന്നാമത്തെ പടിയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണ, അയാളുടെ തന്നെ ഒരു ധാരണ ഇതിനകം വന്ന് കഴിഞ്ഞിരിക്കും. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്, ഒരംഗം മറ്റൊരംഗത്തോട് തൻ്റെ ദൈവത്തെക്കുറിച്ച് അമിതമായിട്ട് സംസാരിക്കാറില്ല. അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരു ഉന്നത ശക്തിയെക്കുറിച്ച് മറ്റൊരാളോട് അമിതമായി സംസാരിക്കുകയും എൻ്റെ വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിലേക്കോ അവൻ വരണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അല്ലെങ്കിൽ മനോഹാരിത. ഇങ്ങനെ ദൈവത്തിൻ്റെ നമ്മുടെ ഇച്ഛയും ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളൊരു പുരോഹിതനാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുദ്ധമതക്കാരെ പോലെയൊക്കെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുകയോ ഒന്നോ അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. ഇതിന് ടേൺ അവർ വിൽ ആൻഡ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുകയല്ല, അങ്ങനെ തന്നെ എടുത്ത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയല്ല. ആദ്യത്തെ പടിയിൽ എനിക്ക് മദ്യത്തെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പഠിച്ച എനിക്ക് രണ്ടാമത്തെ പടിയിൽ ഒരു ഉന്നത ശക്തിക്ക് അതിന് കഴിയുമെന്ന് ഞാൻ പഠിക്കുകയാണ്. അപ്പോഴാണ് മൂന്നാമത്തെ പടിയിൽ ഞാൻ അവനെ അനുവദിക്കുകയാണ്. എൻ്റെ ചിച്ചയും എൻ്റെ ജീവിതവും ദൈവമേ അങ്ങേപോലെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തിരിച്ചുവിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് മൂന്നാം പടിയിൽ ചെയ്യുന്നത്. ആദ്യത്തെ പടിയിൽ എനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കി, രണ്ടാമത്തെ പടിയിൽ ഒരു ശക്തിക്ക് കഴിയുമെന്ന് മനസ്സിലാക്കി, മൂന്നാമത്തെ പടിയിൽ ആ ശക്തിയെ എൻ്റെ ജീവിതത്തിലെയും എൻ്റെ ആഗ്രഹത്തെയും സ്വാധീനിക്കാനായിട്ട് ഞാൻ അനുവദിക്കുകയാണ്. അവിടെ തീരുമാനിച്ചു എന്നുള്ള വാക്കുണ്ട്, ഡിസിഷൻ. നമുക്കറിയാം, എൻ്റെ വഴിയിലൂടെ അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന എൻ്റെ ചിന്താഗതികളിലൂടെ ഞാൻ നടന്നാൽ ഞാൻ വീണ്ടും കുടിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഴയ സ്വഭാവശീലങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകും. അവിടെ നിന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്, എൻ്റെ വഴിയല്ല ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പവർ ഗ്രേറ്റർ ദാൻ മൈസെൽഫ് എന്ന് പറയുന്ന ഉന്നത ശക്തിയിലേക്ക് ഞാൻ എൻ്റെ ജീവിതവും ആഗ്രഹവും തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ മദ്യത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ ഈ പടിയിൽ തീരുമാനിക്കുകയാണ്. അപ്പോൾ 12 പടികളിൽ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി ആൽക്കഹോളിക്സ് അനോണിമസ് വിവരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പടി മുതൽ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് പവർലെസ്നെസ്സിനെ കുറിച്ച് പറയുന്നത് മുതൽ 12 പടികൾ വരെയുള്ള ഓരോ പടിയിലും ഇനിയുള്ള എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അനുസരിക്കുമ്പോൾ എൻ്റെ പഴയ ജീവിതം മാറി പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നു നീങ്ങാനായിട്ട് എനിക്ക് കഴിയും. അല്ലെങ്കിൽ ദൈവം എനിക്ക് കുടിക്കാതിരിക്കുവാനുള്ള ശക്തി തരും. കാരണം മദ്യം എന്ന കെമിക്കലിന് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എൻ്റെ ജീവിതം. മദ്യത്തിനെ പൂർണ്ണമായും ആശ്രയിച്ചു കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തെ
ദൈവം എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണമസിലെ ഉയർന്ന ശക്തിയിൽ വിശ്വസിക്കുകയും എൻ്റെ ഡിപ്പെൻഡൻസ് അദ്ദേഹത്തിൻ്റെ ശക്തിയിലേക്ക് വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചുവിടാനായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ് ചെയ്യുക. ഒരു പരിശീലനം ഇതിനാവശ്യമുണ്ട്. നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ 10 വർഷം 20 വർഷമൊക്കെ ഉള്ള മദ്യപാനത്തിന് ശേഷം ആൽക്കഹോളിക്സ് അനോണമസിൽ കടന്നു വന്ന ഒരാളോട് ദൈവത്തിലേക്ക് നിന്റെ ഇച്ഛയും ജീവിതവും വിടണമെന്ന് പറയുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. റെഗുലർ ആയിട്ടുള്ള ഒരു എക്സർസൈസ് പരിശീലനം ഞാൻ ചെയ്യുന്നതിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു 95% ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി, ആത്മീയതയിലേക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ശ്രമങ്ങളിലും എല്ലാം ഉണ്ടാകേണ്ടത്. ദൈവം തന്ന ആ ശക്തിയെ ഞാൻ ഉപയോഗിക്കണം. ഇപ്പോൾ ലെറ്റ് ഗോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം എൻ്റെ ഉള്ളിലേക്ക് വന്നങ്ങ് പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്ക് ഡ്രങ്കായിട്ട് അല്ലെങ്കിൽ കുടിച്ചുകൊണ്ട് തന്നെ മരിക്കേണ്ടി വരും. അതേസമയം ദൈവം തന്ന ആ ശക്തി അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തി ആർജിക്കുന്നതിലേക്കായി അദ്ദേഹത്തിനെ അനുവദിച്ചുകൊണ്ട് നമുക്ക് മുന്നേറിയാൽ ഈ മദ്യാസക്തിയിൽ നിന്ന് മോചിതരാകുക മാത്രമല്ല നമ്മളുടെ എല്ലാ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നും മോചിതരാകുവാൻ ആൽക്കഹോളിക്സ് അനോണമസിലെ 3-ാം പടി നമ്മളെ സഹായിക്കും. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണമസിൽ ഒരംഗം എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കേണ്ടത് ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് പ്ലാൻ, അല്ലെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആൽക്കഹോളിക് ആണെങ്കിലും മറ്റ് ഡ്രഗ് അഡിക്ട്സ് ആണെങ്കിലും ഏത് അഡിക്റ്റുകൾക്കും അറിയാം സ്റ്റേ സോബർ, നന്നായി സുബോധത്തിൽ ജീവിക്കുകയും ദൈവ ഇഷ്ടം അല്ലെങ്കിൽ ഉന്നത ശക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നില്ല. ദൈവം എന്താണ് ഇന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെ എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഈശ്വരേച്ഛ കാണാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം കാണാനായിട്ട് ഞാൻ ശ്രമിക്കണം. അതിനുള്ള കഴിവുകൾ നമുക്ക് ഈ പടികൾ ചെയ്യുന്തോറും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കറിയാം, നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ്. കൃത്യമായിട്ട് ലൈനുകളൊക്കെ പാലിക്കണം. യെല്ലോ ലൈനിൽ ക്രോസ് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഓരോ റോഡുകളിലും 80 കിലോമീറ്ററിനോ 50 കിലോമീറ്ററിനോ മാക്സിമം എത്രമാത്രം സ്പീഡിലാണ് ഓടിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയറക്ഷൻ പറയുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത റോഡ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ബോർഡുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിത യാത്രകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 125 അല്ലെങ്കിൽ 130 കിലോമീറ്റർ ഓടിച്ച് എൻ്റെ ജോലി സ്ഥലത്ത് എത്തുന്നത് വരെ അനേകം ബോർഡുകളുണ്ട്. ലെഫ്റ്റ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ കിലോമീറ്റർ കാണിക്കാനും, അടുത്തത് ക്രോസിങ് ലൈൻ ഉണ്ടെന്നും അടുത്ത് പോകുന്ന വഴിയിൽ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടെന്നും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സൂചനാ ബോർഡുകളുണ്ട്. ഈ സൂചനാ ബോർഡുകളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഞാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു ബോർഡുകൾ നമുക്ക് സ്വയം അറിയാൻ കഴിയും. ഒരു ഉൾവിളി എന്ന പോലെ നമ്മൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇതിന് മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഈ ഗോഡ്, ഈശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അതൊരു ഡേഞ്ചർ വേർഡായിട്ട് തോന്നാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഒരു പക്ഷേ ദൈവത്തിന് വിശ്വാസം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേകം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മതപരമായ ഒരു ദൈവത്തിലുള്ളൊരു വിശ്വാസം ഇല്ലാത്ത ആളായിരിക്കാം ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സിനെയോ അല്ലെങ്കിൽ ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗോഡിൻ്റെ ആ ഒരു വാക്കിനെ മാറ്റാമെന്ന് നമുക്ക് കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ അതൊരു വല്ലാത്ത സെൻസിൽ എടുക്കേണ്ട കാര്യമില്ല.
നന്മ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മോറൽ സൈക്കോളജി അല്ലെങ്കിൽ ധാർമ്മിക മനഃശാസ്ത്രം പുലർത്തുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ് ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്, ദൈവമല്ല. കാരണം ദൈവം വന്നിട്ട് എൻ്റെ വീടിൻ്റെ ലോൺ അടയ്ക്കാൻ വരികയില്ല, എൻ്റെ കാർ ലോൺ അടയ്ക്കാൻ വരികയില്ല. ഇന്ന് രാവിലെ എനിക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ആ പ്രവൃത്തികളെല്ലാം എൻ്റേതാണ്. അപ്പോൾ 12 പടികളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന യാത്രയോട് ഉപമിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഡയറക്ഷനുകളായിട്ട് ഞാൻ സ്വീകരിക്കണം. അതാണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കണക്ക്. 1-ാം പടിയിൽ പവർലെസ്നെസ് എന്ന് പറയുന്നത് മുതൽ ഓരോ പ്രിൻസിപ്പിളുകളും, ഓരോ പടികൾക്ക് ഓരോ പ്രിൻസിപ്പിൾ. ഇപ്പോൾ 3-ാം പടിയുടെ പ്രിൻസിപ്പിളാണ് വിശ്വാസം. അപ്പോൾ ഓരോ പ്രിൻസിപ്പിളുകളും എൻ്റെ ജീവിതത്തിൽ പാലിച്ച് മുന്നേറിയാലാണ് എനിക്ക് ഈ പ്രോഗ്രാമിൽ ലോങ് ടേം സോബറിറ്റിയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ എന്ന് പറയുന്നത് ദൈവമല്ല എടുക്കുന്നത്, ഞാനാണ് എടുക്കുന്നത്. എന്തിനനുസരിച്ചാണ് ആ തീരുമാനം എടുക്കുന്നത്? എൻ്റെ സ്വാർത്ഥതയ്ക്ക് അതീതമായിട്ട് എൻ്റെ ഈശ്വര അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ നന്മയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം ഞാൻ തീരുമാനങ്ങൾ എടുക്കാൻ. അതുപോലെ തന്നെയാണ് എൻ്റെ ഇൻവെൻട്രി അല്ലെങ്കിൽ എൻ്റെ ധാർമ്മിക നിലവാരം പുലർത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. അതല്ലാതെ ദൈവം വന്നിട്ട് എൻ്റെ ധാർമ്മിക നിലവാരം പരിശോധിക്കാനായിട്ട് താഴേക്കിറങ്ങി വരികയോ അല്ലെങ്കിൽ ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് കയറി വരികയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെൻട്രികൾ എടുക്കാനൊക്കെ ആയിട്ട് ദൈവം എനിക്കൊരു ശക്തി തരുന്നുണ്ട്. ഞാനത് ചെയ്താൽ മാത്രം മതി. കാടിൻ്റെ ഉള്ളിൽ ഒരു ഡ്രൈവറായിട്ട് ഞാൻ ഇരിക്കുന്നത് പോലെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഒരു ഡ്രൈവറായിട്ട് വരികയില്ല. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്. ആ തീരുമാനങ്ങൾ എപ്പോഴും സ്വാർത്ഥത ഉപേക്ഷിച്ചത് കൊണ്ടായിരിക്കണമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇന്നർ കറേജ് തരുകയാണ്, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കറേജ് തരുവാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെറനിറ്റി പ്രയറിൽ പറയുന്ന പോലെ ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുന്നതിനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുന്നതിനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുമ്പോൾ ഇതിന് കറേജ് തരുന്നതും വിവേകം തരുന്നതെല്ലാം ദൈവമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന ഞാനാണ്. അപ്പോൾ നമ്മളാണ് ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യേണ്ടത്. ദൈവം നമ്മൾക്ക് ശക്തി തരുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 12 പടികളിലൂടെ നമ്മൾ സുഖപ്പെടുക, സുഖമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഓരോ സ്റ്റെപ്പുകളും നമുക്ക് തന്നത്. ഈ ഓരോ സ്റ്റെപ്പിലെയും സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതം ഫ്രീ, ജോയ്സ് ആൻഡ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ 3-ാം പടിയാണ് ശരിക്കും എയുടെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയാം. മേക്ക് എ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മൾ സന്നദ്ധത കാണിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ എൻ്റെ ഇച്ഛയും ജീവിതവും വിട്ടുകൊടുക്കാനുള്ള അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല, തിരിച്ചു വിടുക എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ഈ ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനം എന്നുള്ള പാർട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിമിഷവും കടന്നു വരേണ്ടതാണ്. അപ്പോൾ 3-ാം പടിയിലാണ് ദൈവം എന്നുള്ളൊരാശയം വെരി ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ വെച്ചിട്ട് ഒരു പക്ഷേ ഒരു അംഗം ഇതൊരു റിലീജിയസ് പ്രോഗ്രാമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പറയുന്നത് ഗോഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവമാണ്. എങ്ങനെയാണോ ഓരോ അംഗവും മനസ്സിലാക്കുന്നത് ആ തരത്തിലുള്ള ഒരു ദൈവം. എനിക്കെപ്പോഴും ഈ 3-ാം പടിയിലാണെങ്കിലും ഗോഡ് എന്നതിന് പകരം ഒരു ഉന്നത ശക്തി എന്ന് ചേർക്കുന്നതാകും നമുക്ക് ഈ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ആശയത്തിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് എന്നെ പോലുള്ള ആളുകൾക്ക് സഹായിക്കുക. അപ്പോൾ നമ്മളിവിടെ വില്ല് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛകളും ജീവിതവും. അപ്പോൾ ഇച്ഛയെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിലേക്ക് മാറ്റാം. നമ്മുടെ ചിന്തകൾ ദൈവത്തിൻ്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ ഉന്നത ശക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റണമെന്നും ലൈഫിന് നമുക്കൊരു ആക്ഷൻ, നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ഇച്ഛകളനുസരിച്ച് മാറ്റണമെന്നും നമ്മൾക്ക്
രണ്ട് അർത്ഥത്തിൽ, അതായത് വില്ലിനെ തോട്ട്സ് എന്നും ലൈഫിനെ ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്നും നമുക്ക് വേണമെങ്കിൽ മാറി ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ മൂന്നാം പടിയിൽ ഞങ്ങളുടെ ഇച്ഛകൾ അല്ലെങ്കിൽ അതിന് പകരം ഞങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ തോട്ട്സ് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഷിബുവിൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും ഷിബു മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ തിരിച്ചുവിടാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ പ്രവൃത്തികളുടെ ഒരു കൂട്ടമാണ് ജീവിതം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ഇച്ഛയിലേക്ക് തിരിച്ചുവിടുകയാണ്. അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും ഒരു മദ്യം ഓഫർ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ എൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, പുറത്തുനിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. ഞാൻ ചിന്തിച്ചു കൂട്ടിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ വീണ്ടും അവരുടെ ഓഫർ സ്വീകരിച്ച് കുടിച്ചിരുന്നു. ഞാൻ എയിൽ വരുമ്പോൾ 2009 ഓഗസ്റ്റ് 15 വരുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ശരീരത്തിൻ്റെ ഘടന മാറിയിരുന്നു. എനിക്ക് ജീവിതത്തിൽ വീട്ടിലൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാമൂഹികപരമായിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ എയിൽ വരുമ്പോൾ ഇത്തരം കോൺസിക്വൻസസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും 6 മാസത്തേക്ക് കൂടി നിർത്തണമെന്ന് വിചാരിച്ചിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ വന്ന ആളാണ്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആദ്യത്തെ 2-3 മാസം ഞാൻ നാട്ടിലാണെങ്കിലും പിന്നീട് ദൈവം ഒരു പക്ഷേ ഞാൻ വീണു പോയേക്കാമെന്ന് ചിന്തിച്ചതുകൊണ്ടാകും എന്നെ UK എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങുകൾ പങ്കെടുക്കാനും അവിടെ വെച്ചിട്ട് കെന്നത്ത് റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു സ്പോൺസറെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അയാൾ എന്നോട് സ്പോൺസറാകാമെന്ന് സമ്മതിക്കാനും അതിനുശേഷം അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഈ മൂന്നാം പടി എന്ന് പറയുന്ന നമ്മൾ പറയും ഈ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 പടികളുടെ സോൾ അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നത് ഈ മൂന്നാം പടിയാണ്. അവിടെ ഉറപ്പിക്കാൻ എന്നെ സഹായിച്ചത് ആ സ്പോൺസറാണ്. മൂന്നാം പടിയിൽ ഉറയ്ക്കാനായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് UK എൻ്റെ ജീവിതത്തിനിടയിൽ ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് UK 3 മാസം ഞാൻ നാട്ടിലായിരുന്നു. പിന്നെ UK എത്തിക്കഴിഞ്ഞ് 1 മാസം കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ജോലി ആവുന്നത്. അവിടെ വെച്ചിട്ട് എനിക്ക് ഒരു സസ്പെൻഷൻ കിട്ടുകയാണ്. അപ്പോൾ ഈ സസ്പെൻഷനിലേക്ക് ആവാനുള്ള കാരണം ഞാൻ അവിടുത്തെ ഒരു നിയമം പാലിക്കാത്തത് കൊണ്ടാണ്. ഒരു ക്ലയൻറ്റിനെ എടുക്കുകയും പെട്ടെന്ന് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ 2 പേരെ കൂടി പിടിക്കേണ്ട ക്ലയൻ്റായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തെറ്റായി ചെയ്തതുകൊണ്ട് എനിക്ക് സസ്പെൻഷനിലേക്ക് ആകേണ്ടി വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സ്പോൺസറുമായിട്ട് സംസാരിച്ച് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിലേക്കാണ് ശരിക്കും പ്രോഗ്രാമിൽ ഉറയ്ക്കുന്നത് ആ ഒരു ഇൻസിഡൻറ്റോടു കൂടിയാണ്. പിന്നീടുണ്ടായ 6 മാസങ്ങളിൽ എനിക്ക് ധാരാളം മീറ്റിങ്ങുകൾ പങ്കെടുക്കാനായിട്ടുള്ള സമയം കിട്ടി. പലപ്പോഴും എൻ്റെ പഴമക്കാരായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരായിട്ടുള്ള AAക്കാർ എന്നെ പല മീറ്റിങ്ങുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ള യാത്രകളിൽ AAയിലെ അംഗങ്ങളോടൊപ്പമുള്ള യാത്രകളിൽ മീറ്റിങ്ങുകളിൽ അവർ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഈ പറയുന്ന പോലെയുള്ള ഈ ചിന്തകളെയും പ്രവൃത്തികളെയും ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു. ഒരു പക്ഷേ ഈ മൂന്നാം പടിയിൽ നമ്മൾ ഈ പറയുന്ന പോലെ തീരുമാനിക്കുക, ജീവിതം അല്ലെങ്കിൽ ഇച്ഛ എന്ന് പറയുന്ന കാര്യങ്ങൾ, കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛകളും ആഗ്രഹങ്ങളും ഒക്കെ തിരിച്ചു വിട്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് ഇല്ലെങ്കിലും ഇതൊരു ജേർണിയാണ്, ഒരു യാത്രയാണ്. യാത്രകളിൽ നമ്മൾക്കിത് നമ്മുടെ തലയിലേക്ക് കുറച്ച് രജിസ്റ്റർ ആകും. ഒന്നാം പടിയിൽ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. നമുക്കൊരു മെൻ്റൽ ഒബ്സഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കുടിക്കുന്നത്. വീണ്ടും കുടിച്ചാൽ നമുക്ക് അലർജി ഉണ്ടാകുന്നു. ആ അലർജി ഉണ്ടായാൽ നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാനുള്ള ക്രേവിങ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒബ്സഷനാണ് ശരിക്കും നമ്മളെ ആദ്യത്തെ കുടിയിലേക്ക്
നയിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ മെയിൻ പാർട്ട്. നമ്മൾ RID ഫാക്ടറൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടൻറ്റ്. അതായത് അസ്വസ്ഥനും ശുണ്ഠിക്കാരനും അസംതൃപ്തനുമായി തീരുന്നു. നമ്മൾ കുടിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ മെൻ്റൽ ഒബ്സഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിത്തീരുന്നു എന്നൊക്കെ നമ്മൾ ബുക്കിൽ വായിച്ചത് നമ്മൾ 2-3 മീറ്റിങ്ങിന് മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മാറാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യന് ഈ മെൻ്റൽ ഒബ്സഷൻ വരികയും വീണ്ടും ശരീരത്തിലേക്ക് മദ്യം ചെല്ലുമ്പോൾ അലർജിയായി മാറുകയും ക്രേവിങ് വരികയും അങ്ങനെ അദ്ദേഹം ആ ചക്രവ്യൂഹത്തിൽ കടന്ന് വട്ടം കറങ്ങുകയും ചെയ്യുകയാണ്. പക്ഷേ ഒരു മെൻ്റൽ സൈക്കിക് ചേഞ്ചിന് അല്ലെങ്കിൽ ഒരു മാനസിക വ്യതിയാനത്തിന് തയ്യാറാകുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ഒന്നാം പടിയിൽ കണ്ടു. അപ്പോൾ ഫിസിക്കൽ അലർജിയാണ് നമ്മളോട് പറയുന്നത് ഐ കാൺട്ട് ഡ്രിങ്ക്, എനിക്ക് കുടിക്കാൻ സാധിക്കില്ല എന്ന്. മെൻ്റൽ ഒബ്സഷൻ എന്താണ് പറയുന്നത്? ഐ കാൺട്ട് ക്വിറ്റ്, എനിക്ക് മദ്യത്തെ ഒഴിവാക്കി നിർത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഫിസിക്കൽ അലർജി മെൻ്റൽ ഒബ്സഷനും കൂടി ചേർന്നാണ് നമ്മളെ പവർലെസ് ആക്കിയത്. അതായത് പവർലെസ് ഓവർ ആൽക്കഹോൾ, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാക്കി. രണ്ടാമത്തെ പടിയിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനായി. അതായത് പവർലെസ് എന്ന് പറയുന്ന ആദ്യത്തെ പടി, അല്ലെങ്കിൽ ശക്തിഹീനൻ എന്ന് പറയുന്ന പവർലെസ്സിൽ നിന്ന് പവർ അല്ലെങ്കിൽ ഉന്നത ശക്തി എന്ന് പറയുന്ന ശക്തിയിലേക്ക് രണ്ടാം പടിയിൽ നമ്മൾ കണ്ടെത്തുകയാണ്. അതായത് എന്നേക്കാൾ ഒരു വലിയ ശക്തിയുടെ വിശ്വാസം മൂലം എനിക്ക് എൻ്റെ സാനിറ്റി റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്ന്, അല്ലെങ്കിൽ പുനർക്രമീകരിക്കാൻ സാധിക്കുമെന്ന് രണ്ടാമത്തെ പടിയിൽ ഞാൻ കാണുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മെയിൻ ലക്ഷ്യം ഈ പവർ നമ്മളിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാം പടിയിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിനുള്ള ആധാരം ഒന്നാം പടിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ശക്തിഹീനത അല്ലെങ്കിൽ പവർലെസ്നെസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടും, രണ്ടാമത്തെ പടിയിൽ നമ്മൾക്ക് ഒരു പവർ ആവശ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് മൂന്നാം പടിയിൽ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ രണ്ട് ഫാക്റ്റുകൾക്ക് പിൻബലത്താലാണ് നമ്മൾ ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന് സമ്മതിക്കുകയും അതോടൊപ്പം ഒരു ഉന്നത ശക്തിയിൽ വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ സാനിറ്റി വീണ്ടെടുക്കാൻ, മാനസികാരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മൂന്നാം പടിയിൽ ഒരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുകയാണ്. അതായത് മൂന്നാം പടിയിൽ നമ്മളൊരു ടേണിംഗ് പോയിന്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇവിടെയെല്ലാം ഈ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു മതവിഭാഗമുണ്ട്. അവർ ഈ റോഡരികിലൊക്കെ ഇങ്ങനെ ഇന്ന് കടലാസുകളൊക്കെ കൊടുക്കും. ഈ സുവിശേഷ കടലാസുകളൊക്കെ കൊടുക്കുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്ന ആദ്യം ഇതൊക്കെയായിരിക്കും ടേൺ അവർ വിൽ അല്ലെങ്കിൽ ലൈഫ് ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഓരോ സ്റ്റെപ്പുകൾക്കും കുറേ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ സ്റ്റെപ്പിലൂടെയും നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ 2 പടികളുടെ ഒരു കോമ്പോണൻ്റ് അല്ലെങ്കിൽ മിശ്രിതമാണ് മൂന്നാമത്തെ പടി. അല്ലെങ്കിൽ ആ 2 സ്റ്റെപ്പുകളുടെയും പിൻബലത്താലാണ് മൂന്നാം പടിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. കാരണം ഒന്നാം പടിയിൽ പവർലെസ്നെസ്സിന് നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ്, ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മരണവും ജയിലും ഇൻസ്റ്റിറ്റ്യൂഷനും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിത രീതിയിൽ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് രണ്ടാം പടി അംഗീകരിക്കൊണ്ട് ഈ 2 പടികളിലൂടെയും കടന്നതിന് ശേഷമാണ് നമ്മൾ മൂന്നാം പടിയിൽ എത്തിച്ചേരുന്നത്. അതായത് നമുക്കൊരു രോഗമുണ്ടെന്ന് ആൽക്കഹോളിക്കായിട്ടുള്ള ഞാൻ അംഗീകരിക്കുന്നു. അതോടൊപ്പം ഒരു ആത്മീയ മാർഗത്തിലൂടെയാണ് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ടേണിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. അതായത് മൂന്നാം പടിയിൽ എൻ്റെ ജീവിതവും എൻ്റെ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വിട്ടുകൊടുക്കാനല്ല തിരിയാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കും ഒരു ഡിസിഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ വണ്ടിയെടുത്ത് എനിക്ക് ജോലിയിലേക്ക് പോകണമെങ്കിൽ എൻ്റെ കാറിലേക്ക് കയറിയിരിക്കുന്നു, പെട്രോൾ അടിക്കുന്നു. ഇതെല്ലാം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം ഫുൾ ഓഫ് ഡിസിഷൻ, തീരുമാനങ്ങളുടെ ഒരു കൂട്ടമാണെന്നും പ്രവൃത്തികളുടെ ഒരു കൂട്ടമാണ്. ഓരോ പ്രവൃത്തികളും തീരുമാനങ്ങളുടെ പിൻബലത്താൽ ഉണ്ടാകുന്നതാണ് ഓരോ പ്രവൃത്തികളും.
ഇപ്പം ഞാൻ പരാജയപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ഡിസിഷൻ ഉണ്ട്, ഞാൻ വിജയിക്കുന്നുണ്ടെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ മദ്യപിക്കാൻ പോകുമ്പോഴും അതിനകത്ത് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കണം. അപ്പം തീരുമാനങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ നമ്മളൊരു കൃഷിക്കാരനാണെങ്കിലും ഒരു ഡോക്ടറാണെങ്കിലും ഒരു നേഴ്സാണെങ്കിലും ഒരു ഇലക്ട്രീഷ്യനാണെങ്കിലും ഒരു ശാസ്ത്രജ്ഞനാണെങ്കിലും എല്ലാം അവർ ചില തീരുമാനങ്ങളിലൂടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ വരുത്തുന്നത് ആ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് ഈ ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക. മനുഷ്യനും പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം ദൈവം ഈ വിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ പ്രത്യേകിച്ച് ഈ സെൽഫിനെ അടിസ്ഥാനപ്പെടുത്തി ആയതുകൊണ്ടാണ് ഈ വില്ല് പലപ്പോഴും ആഗ്രഹങ്ങൾ പലപ്പോഴും ഈ സ്വാർത്ഥതയിലേക്ക് മുങ്ങിപ്പോകുന്നത്. നമുക്കറിയാം, പക്ഷികളൊക്കെ ഇവിടുന്ന് ഈ കാനഡയിൽ നിന്ന് ഈ വിൻ്റർ സമയത്ത് 6000 മൈലുകൾക്കപ്പുറം പറന്നു പോകുന്നതും തിരിച്ച് ഇവിടെ സമ്മറാകുമ്പോൾ തിരിച്ചു വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ പോലെ തന്നെ ഈ ലോകത്തുള്ള പല ജീവജാലങ്ങൾക്കും അത് ഒരു വിൽ ഉണ്ട് അവരുടെ ഇതിൽ. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനായതുകൊണ്ടാണ്, പ്രത്യേകിച്ച് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ കൂടുതൽ സ്വാർത്ഥതയിൽ ഊന്നി ജീവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ആ പക്ഷികളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 10-50 പക്ഷികളൊക്കെ ഒന്നിച്ച് ഇങ്ങനെ ഒരു അത് ശരിക്കും പറഞ്ഞാൽ വി ഷേപ്പിലാണ് പോവുക. അപ്പോൾ ആ വി ഷേപ്പിൽ ഇങ്ങനെ പറന്നു പോകുന്ന ആ പക്ഷികളെ പോലെ മനുഷ്യന്മാർ പറന്നു പോകാൻ സാധ്യത. മനുഷ്യന്മാർ അങ്ങനെ ഒരു പറന്നു പോകാന്നല്ല, അങ്ങനെ ഒരു ആശയത്തിലേക്ക് മനുഷ്യന്മാരെത്തുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്കും അവരുടേതായ വില്ലുണ്ടാവും, അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും, അവരുടേതായ പല ഈ ഇന്ന സ്ഥലത്തേക്ക് പോകണ്ട, ഇപ്പോൾ സൗത്ത് അമേരിക്കയിലേക്കാണ് പോകണമെങ്കിൽ വേണ്ട അങ്ങോട്ടേക്ക് പോകണ്ട, നോർത്തിലേക്ക് പോകാം എന്നുള്ള പല പല അഭിപ്രായങ്ങൾ കാണും. കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർ സ്വാർത്ഥതയിൽ ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സ്വാർത്ഥതയാൽ ബന്ധിതമാണ്. അപ്പോൾ സെൽഫ് ഡയറക്റ്റീവ് പേഴ്സൺ, ദൈവം നയിക്കുന്ന ലോകത്ത് സെൽഫ് ഡയറക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സ്വാർത്ഥതയിൽ നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ മാറിപ്പോകുന്നു. പഴമക്കാർ തമാശയായിട്ട് പറയാറുണ്ട്, ലോകത്ത് മുഴുവനും തെറ്റും ശരിയുമുണ്ട്, പക്ഷെ ആൽക്കഹോളിക് ആയിട്ടുള്ള നമുക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളിലാണ് ഒരു ആൽക്കഹോളിക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യാതിരിക്കുക, ശരി ചെയ്യുക എന്നുള്ള ഒരു നോർമൽ മനുഷ്യൻ്റെ അവസ്ഥയല്ല, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഒരു ആൽക്കഹോളിക്ക് കടന്നു പോകുന്നത്.